ഏലൂരിൽ ഡേ കെയറിൽ 2.5 വയസ്സുകാരൻ മുങ്ങി മരിച്ച സംഭവത്തിൽ 2 പേരെ അറസ്റ്റ് ചെയ്തു. സിസ്റ്റർ രമ്യ, സിസ്റ്റർ മേരി തങ്കം, ആയ കുഞ്ഞമ്മ എന്നിവരാണ് അറസ്റ്റിലായത്. കട്ടച്ചിറ എഞ്ചിനീയറിംഗ് കോളേജിൽ പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തിയതിന്റെ പേരിൽ BDJS നേതാവ് സുഭാഷ് വാസുവിനെതിരെ കേസെടുത്തു. ഇന്റേണൽ മാർക്കിന്റെയും മറ്റും പേരിലാണ് ഭീഷണിപ്പെടുത്തിയത്. പെൺകുട്ടികൾ സുഭാഷ് വാസുവിനെതിരെ മൊഴി നൽകിയതിനെ തുടർന്നാണ് കേസെടുത്തത്. കട്ടച്ചിറ കോളേജിൽ വിദ്യാർത്ഥികൾ നേരിടേണ്ടി വന്ന പീഡനത്തെക്കുറിച്ച് പീപ്പിൾ TV വാർത്ത നൽകിയിരുന്നു. ഷാജഹാൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. ഷാജി, വിശദാംശങ്ങൾ. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് കോളേജ് മാനേജ്മെന്റ് നിയന്ത്രിക്കുന്ന സുഭാഷ് ബാസുവിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. കോളേജിലെ പെൺകുട്ടികൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കോളേജിനുള്ളിൽ കുട്ടികളെ മാനസികമായിട്ടും അതോടൊപ്പം തന്നെ ശാരീരികമായിട്ടും മാനേജ്മെന്റ് പീഡിപ്പിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ ഇടപെടുകയും കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥി സംഘടനകൾക്ക് നേരെയും മാനേജിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ആക്രമണം നടന്നിരുന്നു. ഇതേ തുടർന്ന് വിദ്യാർത്ഥികൾ സമരം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏറ്റവും ഒടുവിലായിട്ട് ശക്തമായ സമരവുമായിട്ട് വിദ്യാർത്ഥി സംഘടനകളും മറ്റും വന്നതിന്റെ അടിസ്ഥാനത്തിൽ സ്കൂൾ മാനേജ്മെന്റ് കുട്ടികളുടെ ഇന്റേണൽ മാർക്കിൽ കുറയ്ക്കും ഇത്തരത്തിലുള്ള ഭീഷണികളും അതോടൊപ്പം തന്നെ പെൺകുട്ടി മോശ ഭാഷയിൽ അവരോട് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതേ തുടർന്ന് പെൺകുട്ടികളിൽ നിന്ന് നേരെ പോലീസ് സ്റ്റേഷനിലെത്തി ഉച്ചയോടെ മൊഴി നൽകുകയായിരുന്നു. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് സുഭാഷ് ബാസു, BDJS നേതാവ് സുഭാഷ് ബാസു അടക്കം 4 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇവരെ പ്രതിയാക്കിയാണ് കേസെടുത്തിരിക്കുന്നത്. പെൺകുട്ടികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തുകയും മറ്റും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. സുഭാഷ് ബാസുവിനെ കൂടാതെ കണ്ടാൽ അറിയാവുന്ന മറ്റ് 4 പേർ കൂടി ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് ഇവരെ ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി അറസ്റ്റ് നടപടികൾ രേഖപ്പെടുത്തും. ഷാജഹാൻ വിവരങ്ങൾ നൽകിയത്. വടക്കാഞ്ചേരി പീഡനത്തിൽ ജയന്തനെതിരെ നടപടിക്ക് ഏരിയ കമ്മിറ്റിയുടെ ശുപാർശ. തീരുമാനം ജില്ലാ സെക്രട്ടേറിയറ്റിന് വിട്ടു. ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനം അല്പസമയത്തിനകം ഉണ്ടാകും. ദിൽജിത്ത് ചേരുന്നു. ദിൽജിത്ത്, വിശദാംശങ്ങൾ. അരുൺ, തൃശൂർ CPIM ജില്ലാ സെക്രട്ടറി K. രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി യോഗം ചേർന്നത്. ഈ യോഗത്തിൽ പാർട്ടി തല അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ചർച്ചയാണ് നടന്നത്. ഈ ചർച്ചയിൽ ഏരിയ കമ്മിറ്റി ഭാരവാഹികൾ ജയന്തന് എതിരായുള്ള ആരോപണങ്ങളുടെ പേരിൽ ജയന്തനെതിരെ പാർട്ടി തല നടപടിക്ക് ശുപാർശ ചെയ്തുകൊണ്ടുള്ള ഒരു ശുപാർശയാണ് പാർട്ടി മേൽത്തട്ടിലേക്ക് ജില്ലാ കമ്മിറ്റിയിലേക്ക് കൈമാറിയത്. ജയന്തൻ നഗരസഭ കൗൺസിലർ സ്ഥാനം കൂടി വഹിക്കുന്നത് കൊണ്ട് ഏരിയ കമ്മിറ്റിക്ക് ഇക്കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് തീരുമാനം ജില്ലാ സെക്രട്ടേറിയറ്റിന് വിട്ടുകൊണ്ടുള്ള ഒരു തീരുമാനം ഉണ്ടായത്. തുടർന്ന് ഇപ്പോൾ തൃശൂർ ജില്ലാ സെക്രട്ടറി K. രാധാകൃഷ്ണന്റെ കൂടി സാന്നിധ്യത്തിൽ ഇപ്പോൾ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യോഗത്തിലാണ് ഏത് തരത്തിലുള്ള നടപടി CPIM കൗൺസിലറായ ജയന്തനെതിരെ എടുക്കണം എന്ന കാര്യത്തിൽ ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം ഇക്കാര്യത്തിൽ തീരുമാനം അറിയാൻ സാധിക്കുമെന്നാണ് അറിയുന്നത്. ഏതായാലും ഇന്ന് രാവിലെയോടുകൂടി തൃശൂർ റേഞ്ച് IGയുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്നിരുന്നു. യുവതിയുടെ പത്രസമ്മേളനത്തിൽ കഴിഞ്ഞ ദിവസം ആരോപിച്ചതുപോലെ തന്നെ പോലീസ് ആദ്യഘട്ടത്തിൽ ഈ കേസിനെ ഗൗരവപരമായി കണ്ടിട്ടില്ല, വേണ്ടത്ര ജാഗ്രത പുലർത്തിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് IGയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതികളായി ഉള്ള പീഡന കേസ് പരാതിക്കാരി നേരിട്ട് രംഗത്ത് വന്നിട്ടും അത് വേണ്ട രീതിയിൽ കേസിന് പ്രാധാന്യം നൽകിയില്ല, സൂക്ഷ്മമായുള്ള അന്വേഷണം നടന്നില്ല എന്നൊരു നിരീക്ഷണം IGയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതുകൊണ്ട് തന്നെ കേസ് ആദ്യം മുതൽ വീണ്ടും അന്വേഷിക്കാനുള്ള ഒരു ഉത്തരവാണ് തൃശൂർ റേഞ്ച് IG MR അജിത് കുമാർ നൽകിയത്. IGയുടെ മേൽനോട്ടത്തിൽ ഗുരുവായൂർ ACPക്കാണ് അന്വേഷണ ചുമതല നൽകിയിട്ടുള്ളത്. അതോടൊപ്പം മുൻപ് ഈ കേസിന്റെ അന്വേഷണ ചുമതല വഹിച്ചിരുന്ന പേരാമംഗലം CI, പ്രത്യേകിച്ച് ഈ പരാതിക്കാരിയായ വീട്ടമ്മ ആരോപണം ഉന്നയിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ കൂടിയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ പേരാമംഗലം CIയെ ഈ അന്വേഷണ സംഘത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. അതോടൊപ്പം സംഘത്തിൽ ഒരു വനിത മേലുദ്യോഗസ്ഥയെ കൂടി ഉൾപ്പെടുത്താനുള്ള നിർദ്ദേശവും വന്നിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ കൗൺസിലർ ജയന്തൻ എതിരായ പാർട്ടി നടപടി എന്താണ് എന്ന് തീരുമാനിക്കാനുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനകം ഇക്കാര്യത്തിൽ തീരുമാനം വ്യക്തമാകും. ദിൽജിത്ത് വിവരങ്ങൾ നൽകിയത്. വടക്കാഞ്ചേരി പീഡനത്തിൽ പോലീസിന് വീഴ്ച പറ്റിയോ എന്ന് അന്വേഷിക്കാൻ DGP ലോക്നാഥ് ബെഹ്റ ഉത്തരവിട്ടു. അന്വേഷണത്തിന് ശേഷമേ ആർക്കെങ്കിലുമെതിരെ നടപടി ഉണ്ടാകൂവെന്നും DGP പറഞ്ഞു.
The IG Thrissur range is making all arrangements, and in fact we have already started the investigation. So that is one. Second part is that relating to allegations against the police, their conduct. So that is again another inquiry has been ordered. So that will be also conducted. ഇപ്പോൾ പി രാജീവ് മാധ്യമങ്ങളെ അങ്ങനെയില്ല. അങ്ങനെയാണ് പാർട്ടിക്ക് പരാതിയിൽ കഴമ്പുണ്ടെങ്കിൽ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് മാത്രം മാറ്റിയാൽ മതി. പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയാൽ കർശന നടപടിയായിരിക്കും. ഇതിപ്പോ അന്വേഷണം നടക്കുന്ന സന്ദർഭത്തിൽ സെക്രട്ടറി പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ്, ഏത് ഘടകത്തിന്റെയും പ്രധാനപ്പെട്ട പോസ്റ്റാണ്. ആ സന്ദർഭത്തിൽ മാറി നിൽക്കുക എന്നുള്ളതാണ് നടപടിയുടെ ഭാഗമല്ല. ആ സന്ദർഭത്തിൽ മാറി നിൽക്കുക. ഈ പരാതി അന്വേഷിച്ച് തെറ്റുകാരനാണെന്ന് കണ്ടെത്തിയാൽ കർശന നടപടിയായിരിക്കും. തെറ്റുകാരനല്ല എന്ന് കണ്ടെത്തിയാൽ ഈ ചുമതലകളെല്ലാം നിർവഹിക്കാൻ കഴിയും. അത് സെക്രട്ടേറിയറ്റ് നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ളതാണ് കേരളത്തിലെ പാർട്ടിയുടേത്. ആ കാര്യം നിർവഹിക്കും. കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് സമയത്ത് ഞങ്ങൾ എന്താ ചർച്ച ചെയ്യാൻ ഞങ്ങൾക്ക് വ്യക്തതയില്ല. കാരണം എന്താ പരാതി ഞങ്ങൾക്ക് അറിയില്ല. മാധ്യമങ്ങളിലൂടെ വരുന്ന വിവരങ്ങൾ മാത്രമേ ആ സന്ദർഭത്തിൽ ഞങ്ങളുടെ മുൻപിലുള്ളൂ. ഇപ്പൊ ഞങ്ങളുടെ മുൻപിൽ ഒരു പരാതി വന്നു. അപ്പൊ ഞങ്ങൾക്ക് ആ പരാതി അടിസ്ഥാനത്തിൽ പാർട്ടിക്ക് അന്വേഷിക്കാം. നേരത്തെ വന്ന പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പരാതി സെല്ലിൽ കിട്ടിയ പരാതിയാണ്. ആ പരാതി സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ല. അത് ആ സെല്ലിൽ നിന്ന് തന്നെ നേരെ പോലീസ് സംവിധാനത്തിലേക്ക് പോകുന്നത്, മുകളിലോട്ടല്ല പോകുന്നത്, താഴെ സംവിധാനത്തിലേക്ക് പോകുന്നത്. ഇപ്പൊ വന്ന പരാതി ഞങ്ങളുടെ മുൻപിൽ വന്നു. അതിൽ ചില കാര്യങ്ങൾ പറയുന്നു. ആ കാര്യങ്ങളിൽ ഈ ചർച്ചയിൽ ഇടപെട്ടു, കർശനമായി പറഞ്ഞു എന്നുള്ളതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞങ്ങളുടെ ഇപ്പോൾ വന്ന പരാതിയിലും ഇല്ല. ഇത് മർദ്ദിച്ചെന്നോ കരുതൽ തടങ്കലിൽ വെച്ചെന്നോ നിങ്ങളുടെ കയ്യിലുണ്ടാവില്ല ഈ പരാതിയുടെ കോപ്പി. വായിച്ചാൽ മനസ്സിലാകാവുന്ന ആളുകളാണല്ലോ നിങ്ങളെല്ലാവരും. അപ്പൊ നിങ്ങളും ഞങ്ങൾക്ക് കിട്ടുന്നതിന് മുമ്പ് ചിലപ്പോൾ നിങ്ങൾക്ക് ആ കോപ്പി മറ്റ് മേഖലകളുടെ പോലീസിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ഞങ്ങൾക്ക് ലഭിച്ച പരാതിയിൽ ഇത്തരം പ്രശ്നങ്ങളാണുള്ളത്. ആ പ്രശ്നങ്ങൾ ഞങ്ങൾ നന്നായി പരിശോധിക്കാനാണ് സംസ്ഥാന സെക്രട്ടറി. കളമശ്ശേരി ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈനുമായി ബന്ധപ്പെട്ട പരാതിയുമായി ബന്ധപ്പെട്ട് എറണാകുളം ജില്ലാ സെക്രട്ടറി പി രാജീവ് വിശദീകരണം നൽകുകയായിരുന്നു. കാര്യത്തിൽ അദ്ദേഹത്തെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താൻ തീരുമാനമായിട്ടുണ്ട്. അന്വേഷണം പ്രാരംഭഘട്ടത്തിലായതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു നടപടി. കുറ്റം തെളിഞ്ഞാൽ കർശനമായ നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്നും അദ്ദേഹം പറഞ്ഞു. CPM എറണാകുളം ജില്ലാ സെക്രട്ടറി പി രാജീവ് അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. കൊച്ചിയിലെ ഗുണ്ടാബന്ധവുമായി ആരോപിക്കപ്പെട്ടു വാർത്തയിലേക്ക് മടങ്ങി വരാം. വടക്കാഞ്ചേരി പീഡനത്തിൽ കുറ്റവാളികൾക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് മന്ത്രി AK ബാലൻ. പ്രതികൾ CPM-കാരായാലും സംരക്ഷിക്കില്ല എന്നും മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് മുഖ്യമന്ത്രിക്ക് വേണ്ടി മറുപടി പറയുകയായിരുന്നു AK ബാലൻ. പ്രതികൾക്ക് സർക്കാർ രാഷ്ട്രീയ സംരക്ഷണം നൽകുകയാണ് എന്ന് ആരോപിച്ച പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സംസ്ഥാനത്ത് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിക്കുന്നുവെന്നും ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്നും അനിലക്കരയാണ് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയത്. വടക്കാഞ്ചേരിയിലേതുൾപ്പെടെ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ അടുത്തിടെ രജിസ്റ്റർ ചെയ്ത 5 കേസുകളിലും ജാഗ്രതയോടെയുള്ള അന്വേഷണം നടക്കുന്നതായി മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി AK ബാലൻ പറഞ്ഞു. വടക്കാഞ്ചേരി കേസ് ഗുരുവായൂർ ACP അന്വേഷിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ യുവതി നേരത്തെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്നാരോപിച്ച അനിലക്കരെ ADGPയെ കൊണ്ട് കേസ് അന്വേഷിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു. അനിലക്കരയ്ക്ക് പരാതികൾ ACPയോട് നേരിട്ട് പറയാമെന്ന് മന്ത്രി AK ബാലൻ. മന്ത്രിയുടെ പരാമർശം സാമാന്യ മര്യാദയ്ക്ക് നിരക്കാത്തതാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷം പ്രതിഷേധിച്ചതിനെ തുടർന്ന് മന്ത്രി പരാമർശം പിൻവലിച്ചു. വടക്കാഞ്ചേരി കേസിൽ പ്രതികൾ ആരായാലും മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും CPIM-കാരായാലും സംരക്ഷണമുണ്ടാവില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ഏതെങ്കിലും ഒരാളാണെങ്കിൽ ഉപ്പ് തിന്നവനെ കൊണ്ട് ഞങ്ങൾ വെള്ളം കുടിപ്പിക്കുമെന്ന് മാത്രമല്ല, നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് X or Y ആരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് അവർക്ക് പൊതുസമൂഹത്തിൽ ഒരു സ്ഥാനവും ഉണ്ടാകില്ല. മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. പ്രതികൾക്ക് സർക്കാർ രാഷ്ട്രീയ സംരക്ഷണം നൽകുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. സാർ, അതെല്ലാം CPM-ന്റെ നേതാക്കന്മാരാണ് എന്നുള്ളത് കൊണ്ട് അവർക്കിപ്പോ രാഷ്ട്രീയ സംരക്ഷണം ലഭിക്കുകയാണ്. സാർ, പേരാമംഗലം CIക്കെതിരെ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ലെന്നും അദ്ദേഹം ചോദിച്ചു. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. നിയമസഭയിൽ നിന്നും ജിതിൻ ചന്ദ്രൻ. യുവ വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയി എന്ന കേസിൽ CPM നേതാവ് സക്കീർ ഹുസൈന്റെ ജാമ്യാപേക്ഷയെ കോടതിയിൽ ശക്തമായി എതിർത്ത സംസ്ഥാന സർക്കാർ. എന്നാൽ
തനിക്കെതിരെയുള്ള പരാതി കെട്ടിച്ചമച്ചതാണ് എന്ന് ജാമ്യാപേക്ഷയിൽ സക്കീർ ഹുസൈൻ പറഞ്ഞു. മുൻകൂർ ജാമ്യാപേക്ഷയിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നാളെ വിധി പറയും. സക്കീർ ഹുസൈൻ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയെ സർക്കാർ കോടതിയിൽ ശക്തമായി എതിർത്തു. മുൻകൂർ ജാമ്യം അനുവദിക്കരുതെന്നും കൂടുതൽ അന്വേഷണങ്ങൾക്കായി സക്കീറിനെ കസ്റ്റഡിയിലെടുക്കേണ്ടതുണ്ടെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞു. സക്കീറിനെതിരെ 16 കേസുകൾ നിലവിലുണ്ട്. ഇതിലേറെയും രാഷ്ട്രീയ കേസുകളല്ലെന്നുമാണ് പ്രോസിക്യൂട്ടർ കോടതിയെ അറിയിച്ചത്. രാഷ്ട്രീയ നേതാവിന് ഗുണ്ടാബന്ധം എന്തിനെന്നും ജാമ്യാപേക്ഷയെ എതിർത്തുള്ള വാദത്തിനിടെ സർക്കാർ അഭിഭാഷകൻ ചോദിച്ചു. എന്നാൽ തനിക്കെതിരെയുള്ള പരാതി കെട്ടിച്ചമച്ചതാണെന്ന് ജാമ്യാപേക്ഷയിൽ സക്കീർ ഹുസൈൻ പറഞ്ഞു. രണ്ടുപേർ തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ ശ്രമിക്കുക മാത്രമാണ് താൻ ചെയ്തത്. തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയെന്ന് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പരാതിക്കാരൻ പറഞ്ഞിരുന്നില്ലെന്ന് ജാമ്യാപേക്ഷയിൽ സക്കീർ ഹുസൈൻ ചൂണ്ടിക്കാട്ടി. 2 കോടതികളിലായി 2 കേസുകൾ നടക്കുന്നുണ്ട്. ഈ കേസുകളിലൊന്നും തന്റെ പേരില്ല. ഈ സാഹചര്യത്തിൽ ബോധപൂർവം തന്റെ പേർ വലിച്ചിഴച്ചതാണ്. താൻ കുറ്റവാളിയല്ലെന്നും തനിക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നും സക്കീർ ഹുസൈൻ ജാമ്യാപേക്ഷയിൽ പറഞ്ഞു. ഇരുവിഭാഗത്തിന്റെയും വാദം പൂർണ്ണമായും കേട്ട ശേഷം കോടതി വിധി പറയാൻ നാളത്തേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നുവെന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറി KM എബ്രഹാം. കശുവണ്ടി അഴിമതി പുറത്തുകൊണ്ടുവന്നതാണ് കാരണം. കോർപ്പറേഷൻ മുൻ ചെയർമാൻ R ചന്ദ്രശേഖരൻ, MD രതീഷ്, ജോമോൻ പുത്തൻപുരയ്ക്കൽ എന്നിവരാണ് തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നത് എന്നും KM എബ്രഹാം വിജിലൻസിന് മൊഴി നൽകി. അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ച് തനിക്കെതിരെയുള്ള പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി KM എബ്രഹാം വിജിലൻസിന് നൽകിയിരിക്കുന്ന മൊഴി. കശുവണ്ടി വികസന കോർപ്പറേഷനിലെ അഴിമതിയെക്കുറിച്ച് താൻ നേരത്തെ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം CBIക്ക് വിട്ടത്. കോർപ്പറേഷൻ ചെയർമാൻ R ചന്ദ്രശേഖരൻ, MD രതീഷ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ CBI കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇതാണ് ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്നാണ് KM എബ്രഹാം ആരോപിക്കുന്നത്. ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നും KM എബ്രഹാം വിജിലൻസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിജിലൻസ് സ്പെഷ്യൽ സെൽ SP രാജേന്ദ്രനാണ് ഇന്നലെ KM എബ്രഹാമിന്റെ മൊഴി രേഖപ്പെടുത്തിയത്. പരാതിക്കാരനായ ജോമോൻ പുത്തൻപുരയ്ക്കലിന്റെ വിശ്വാസ്യതയും താൻ സംശയിക്കുന്നതായി KM എബ്രഹാം മൊഴി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. എൻഡോസൾഫാൻ ദുരിതാശ്വാസ സെൽ 1 മാസത്തിനകം പുനഃസംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി. ദുരിതബാധിതരുടെ കടാശ്വാസ കാലാവധി ദീർഘിപ്പിക്കുമെന്നും അദ്ദേഹം കാസർഗോഡ് പറഞ്ഞു. എൻഡോസൾഫാൻ ദുരിതബാധിത കുടുംബങ്ങൾക്ക് വേണ്ടി സർക്കാർ ഒട്ടേറെ ദുരിതാശ്വാസ സമാശ്വാസ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. ഇത്തവണത്തെ ബജറ്റിൽ 10 കോടി രൂപയാണ് ഇതിനു വേണ്ടി നീക്കിവെച്ചിരിക്കുന്നത്. ദുരിതബാധിതരുടെ റവന്യൂ റിക്കവറിക്ക് മേലുള്ള മൊറട്ടോറിയം 1 വർഷത്തേക്ക് കൂടി വ്യാപിപ്പിച്ചിട്ടുണ്ട്. മലപ്പുറത്ത് കളക്ടറേറ്റ് വളപ്പിൽ സ്ഫോടനം നടത്തിയ ബേസ് മൂവ്മെന്റിന്റെ സൂത്രധാരൻ അബൂബക്കർ സിദ്ദിഖിയാണ് എന്ന് സൂചന. പഴയ അൽ-ഉമ്മ പ്രവർത്തകനാണ് അബൂബക്കർ സിദ്ദിഖി. കൊല്ലം, മലപ്പുറം ഉൾപ്പെടെ തെക്കേ ഇന്ത്യ കേന്ദ്രീകരിച്ച് നടത്തുന്ന സ്ഫോടനങ്ങൾക്ക് പിന്നിൽ അല്ലുമ്മയിൽ നിന്ന് രൂപം കൊണ്ട ജെയ്ഷെ മുഹമ്മദ് തലവൻ അബൂബക്കർ സിദ്ദിഖിയും ഹിന്ദുമതത്തിൽ നിന്ന് മതം മാറിയ മുഹമ്മദ് അലിയുമായിരിക്കാനുള്ള സാധ്യതയ്ക്കാണ് അന്വേഷണ സംഘം മുൻതൂക്കം നൽകുന്നത്. അബൂബക്കർ സിദ്ദിഖിയുടെ നാഗപട്ടണത്തെ വീട്ടിലെത്തി കേരള പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും തങ്ങൾക്ക് അറിയില്ലെന്നാണ് ബന്ധുക്കൾ നൽകിയ മറുപടി. 1994 തമിഴ്നാട്ടിൽ ഹിന്ദുമുന്നണി നേതാവിന്റെ ഭാര്യയെ പാഴ്സൽ ബോംബ് ഉപയോഗിച്ച് സ്ഫോടനത്തിൽ കൊലപ്പെടുത്തിയ സംഭവത്തോടെയാണ് ഇരുവരെയും പോലീസ് തെരയുന്നത്. തുടർന്ന് ഇവർ ഒളിവിൽ പോവുകയായിരുന്നു. IS പരിശീലനം നേടിയിട്ടുള്ള അബൂബക്കർ കേരളത്തിൽ തൃശൂർ, ആലപ്പി എക്സ്പ്രസ് ട്രെയിനുകളിൽ ബോംബ് സ്ഫോടനം നടത്തിയ കേസിലും പ്രതിയാണ്. അന്ന് ചേരൻ പാണ്ഡ്യൻ എക്സ്പ്രസ് ട്രെയിനുകളിലും ഇവർ നടത്തിയ സ്ഫോടനത്തിൽ 6 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇരുവരുടെയും രേഖാചിത്രം പോലും അന്വേഷണ സംഘത്തിന്റെ പക്കലില്ല. ഈ തീവ്രവാദ ഗ്രൂപ്പുകൾ പല പേരിലും അറിയപ്പെടുന്നുണ്ടെങ്കിലും ലക്ഷ്യം ഹിന്ദു തീവ്രവാദത്തിനെതിരായ നീക്കം തന്നെ. അല്ലുമ്മയുമായി ബന്ധമുണ്ടായിരുന്ന പറവൈ ബാദുഷയെ കൊല്ലം ഏരൂരിൽ നിന്നാണ് തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് 2 വർഷം മുമ്പ് പിടികൂടിയത്. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. മലപ്പുറം കളക്ടറേറ്റ് സ്ഫോടനം ആസൂത്രണം ചെയ്തത് കോയമ്പത്തൂരിൽ വെച്ചാണ് എന്ന നിഗമനത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ. മറ്റു പേരുകളിൽ കോയമ്പത്തൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സംഘമാണ് ബേസ് മൂവ്മെന്റ് എന്ന പേരിൽ സ്ഫോടനം ആസൂത്രണം ചെയ്തത് എന്നാണ് കരുതുന്നത്. തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരുമായി അന്വേഷണ സംഘം വീണ്ടും ആശയവിനിമയം നടത്തും. അല്ലുമ്മയുടെ പരിഷ്കരിച്ച പേരാണ് ദി ബേസ് മൂവ്മെന്റ് എന്ന് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിരുന്നു. എന്നാൽ സംഘടനയുടെ മറ്റു പ്രവർത്തനങ്ങൾ വേറെ പേരുകളിലും. കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചാണ് ഗൂഢാലോചനകളും പദ്ധതി ആസൂത്രണങ്ങളും നടത്തുന്നതെന്നാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത്. ദക്ഷിണേന്ത്യയിൽ തമിഴ്നാട് ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ സംഘം സ്ഫോടനങ്ങൾ നടത്തിയിട്ടുണ്ട്. സ്ഫോടന പരമ്പരയിൽ സംഘടനയുടെ അടുത്ത ലക്ഷ്യം തമിഴ്നാടായിരിക്കുമെന്ന് രഹസ്യാന്വേഷണ വിഭാഗം കണക്കുകൂട്ടുന്നതിനിടെയാണ് മലപ്പുറത്ത് സ്ഫോടനമുണ്ടായത്. അന്വേഷണ പുരോഗതിക്കായി തമിഴ്നാട്ടിലെ ക്യൂ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരുമായി അന്വേഷണ സംഘം വീണ്ടും ആശയവിനിമയം നടത്തും.
വിവിധ കേന്ദ്ര ഏജൻസികളുടെ സഹായം കൂടി ലഭ്യമായതോടെ ദ്രുതഗതിയിലാണ് മലപ്പുറം കലക്ടറേറ്റ് സ്ഫോടനക്കേസ് അന്വേഷണം പുരോഗമിക്കുന്നത്. 2009 ശേഷം രാജ്യത്ത് സമാന സ്വഭാവത്തിൽ നടന്ന മുഴുവൻ സ്ഫോടന കേസുകളുടെയും വിവരങ്ങളും വീണ്ടും പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. നവജാത ശിശുവിന് മുലപ്പാൽ നൽകുന്നത് വിലക്കിയ പിതാവിനെതിരെ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തേക്കും. കോഴിക്കോട് ഓമശ്ശേരി സ്വദേശി അബൂബക്കറിനെതിരെയാണ് ബാലാവകാശ കമ്മീഷന്റെ നടപടി. അന്ധവിശ്വാസത്തിന്റെ പേരിൽ നവജാത ശിശുവിന് 24 മണിക്കൂർ കഴിഞ്ഞ് മുലപ്പാൽ നൽകാവൂ എന്ന് ഓമശ്ശേരി സ്വദേശി അബൂബക്കർ വാശി പിടിച്ചതാണ് സംഭവം. നവജാത ശിശുവിന് ആദ്യ മുലപ്പാൽ നൽകിയില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഡോക്ടർമാർ വിശദമാക്കിയിട്ടും അബൂബക്കർ 5 ബാങ്ക് വിളി കഴിയണമെന്ന് വാശി പിടിച്ചതോടെ സംഭവം വിവാദമായി. പോലീസ് സ്ഥലത്തെത്തി കാര്യങ്ങൾ അന്വേഷിച്ചെങ്കിലും ഡിസ്ചാർജ് വാങ്ങി അബൂബക്കർ വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്തിയ ബാലാവകാശ കമ്മീഷൻ അംഗങ്ങൾ കുട്ടിക്ക് നിർജ്ജലീകരണം സംഭവിച്ചതായി കണ്ടെത്തിയിരുന്നു. സംഭവത്തെക്കുറിച്ച് ജില്ലാ കളക്ടറുടേതടക്കം പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടിയുടെ പിതാവ് അബൂബക്കറിനെതിരെ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കാനൊരുങ്ങുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മമ്മൂട്ടിയുടെ സഹായത്താൽ വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ യുവാവിന് സാന്ത്വനമേകി മഹാനടന്റെ ഫോൺ വിളിയെത്തി. മമ്മൂട്ടി നേതൃത്വം നൽകുന്ന കെയർ ആൻഡ് ഷെയറിന്റെ സുഹൃതം പദ്ധതിയിൽ ഉൾപ്പെടുത്തി വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ വൈക്കം സ്വദേശി അഖിലിനെയാണ് മമ്മൂട്ടി ഫോണിൽ വിളിച്ച് ധൈര്യം പകർന്നത്. നിർധനരായ സോമൻ CG ദമ്പതികളുടെ ഏകമകൻ അഖിലിന്റെ ഇരുവൃക്കകളും തകരാറിലാവുകയും ശസ്ത്രക്രിയയ്ക്ക് പണമില്ലാതെ കഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയെക്കുറിച്ചറിഞ്ഞ മമ്മൂട്ടി യുവാവിന് തുണയാവുകയായിരുന്നു. മമ്മൂട്ടി നേതൃത്വം നൽകുന്ന കെയർ ആൻഡ് ഷെയറിന്റെ സുഹൃതം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ കഴിഞ്ഞ ഓഗസ്റ്റ് 15-ന് അഖിലിന്റെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കുകയായിരുന്നു. ഒരാഴ്ച മുൻപ് ആശുപത്രി വിട്ട അഖിൽ തുടർ പരിശോധനകൾക്കായി കൊല്ലത്തെ വാടക വീട്ടിലാണ് താമസം. കഴിഞ്ഞ ദിവസം സ്വാമി പ്രകാശാനന്ദ, കെയർ ആൻഡ് ഷെയർ MD ഫാദർ തോമസ് കുര്യൻ മരോട്ടിപ്പുഴ, ഡയറക്ടർ റോബർട്ട് കുര്യാക്കോസ് എന്നിവർ അഖിലിനെ സന്ദർശിച്ചിരുന്നു. ഈ സമയത്താണ് സാന്ത്വന വാക്കുകളുമായി അപ്രതീക്ഷിതമായി മമ്മൂട്ടിയുടെ ഫോൺ വിളിയെത്തുന്നത്. കൊച്ചിയിൽ നിന്നും മമ്മൂട്ടി കൊടുത്തയച്ച പഴക്കൂടയും അഖിലിന് ലഭിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.